ആര് കാൽപന്തിനെ സ്നേഹിക്കുന്നുവോ അയാൾ മെസ്സിയെയും സ്നേഹിക്കുമെന്ന് കാസമിറോ പറഞ്ഞിരുന്നു. അയാളുടെ കാലുകളിൽ പന്തെത്തിയാൽ ഒന്നെങ്കിൽ അതൊരു ഗോളാകാം, അല്ലെങ്കിൽ അതൊരു അസിസ്റ്റുമാകാം എന്ന് പറഞ്ഞു വെച്ചത് സ്ലാത്തൻ ഇബ്രാഹിമോവിച്ചാണ്. ഡോണ്ട് റൈറ്റ് അബൌട്ട് ഹിം, ഡോണ്ട് ട്രൈ ടു ഡിസ്ക്രൈബ് ഹിം, ജസ്റ്റ് വാച്ച് ഹിം എന്ന് പറഞ്ഞത് സാക്ഷാൽ പെപ് ഗാർഡിയോളയാണ്. ഇതെല്ലാം ആരെക്കുറിച്ചാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് അയാൾ ഇത്രമേൽ പ്രശംസിക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി നാം സഞ്ചരിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു 5 അടി 7 ഇഞ്ച് കാനലിലേക്കാണ്. അതെ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നും ഹീസ് ഫ്രം അനദർ പ്ലാനറ്റ് എന്നും കായിക ലോകം വിശേഷിപ്പിച്ചത് ആ റൊസാരിയോക്കാരനെയാണ്. അതെ, അയാൾ തന്നെ, ദ ഏലിയൻ ലിയണൽ ആൻഡ്രസ് മെസ്സി. بوتشان يراوغ يحط كرة لميسي خطيرة. ميسي سيسجل. ഈ മനുഷ്യനെ എന്തു വാക്കുകൾ കൊണ്ടാണ് വർണ്ണിക്കുക എന്നറിയില്ല. അയാളാൽ ഉന്മാദിയായത് എത്ര തവണയാണെന്നതും ഓർമ്മയില്ല. എത്ര മനോഹരമായ ഗോളുകളാണ് ആ ഇടങ്കാലിൽ നിന്ന് പിറന്നതെന്നതും തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ്. എന്നിരുന്നാലും ലിയണൽ ആൻഡ്രസ് മെസ്സി എന്ന അർജന്റീനക്കാരൻ തൻ്റെ കരിയറിൽ നേടിയ ഏറ്റവും ബെസ്റ്റായി എനിക്ക് തോന്നിയ ഏറ്റവും മികച്ച 5 ഗോളുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. വെറും 5 ഗോളുകൾ കൊണ്ട് അയാളെ അളക്കാൻ കഴിയില്ല എന്നറിയാം. എങ്കിലും അയാളെ പ്രണയിക്കുന്നവർക്കായി ആ സുന്ദര നിമിഷങ്ങളെ ഇവിടെ നമുക്ക് പങ്കുവെക്കാം. വർഷം 2019. UCL സെമി ഫൈനൽ പോരാട്ടത്തിൽ ബാർസയും ലിവർപൂളും ഏറ്റുമുട്ടുന്നു. മരണ പോരാട്ടത്തിൽ 26-ാം മിനിറ്റിൽ തന്നെ ലൂയിസ് സുവാരസിലൂടെ ബാർസ മുമ്പിലെത്തുന്ന കാഴ്ച. അങ്ങനെ 2 ഗോളിന്റെ മുൻതൂക്കത്തിൽ ബാർസ മുന്നേറി നിൽക്കുന്ന സമയത്താണ് മെസ്സിയെ ഫൗൾ ചെയ്തതിന് ബാർസക്ക് അനുകൂലമായി റഫറി ഫ്രീ കിക്ക് വിളിക്കുന്നത്. അതെ, കിക്കെടുക്കാൻ ലിയണൽ ആൻഡ്രസ് മെസ്സി മുന്നോട്ട് വരുന്നു. 27 യാർഡോളം അകലമുള്ള ഫ്രീ കിക്കിന് വാൾത്തീർക്കുന്നത് ഫാബിയാനോ ഗോമസും പോലത്തെ വമ്പൻ പ്രതിരോധ നിര. കൂടാതെ ഗോൾ ബാറിന് താഴെ രക്ഷാകവചം തീർക്കുന്നത് ലിവർപൂളിന്റെ വിശ്വസ്തകരമായ അലിസൺ ബക്കറും. എന്നാൽ ഈ വമ്പന്മാരെ നേരിടാൻ പോകുന്നത് വെറും 5 അടി 7 ഇഞ്ചുകാരൻ. എന്നാൽ ഹൈറ്റൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ചു കൊടുത്ത് തന്റെ കരിയറിലെ 600-ാം ഗോൾ അതിസുന്ദരമായി കൊണ്ട് തന്റെ ഇടങ്കാലിൽ നിന്ന് പിറന്ന മഴവിൽ ലിവർപൂളിന്റെ വലയിലേക്ക് താഴ്ന്നിറങ്ങുന്നു. എ ബ്യൂട്ടിഫുൾ റെയിൻബോ ഗോൾ ഫ്രം ലിയണൽ ആൻഡ്രസ് മെസ്സി. From the best player in the world, from perhaps the best player we've ever seen. Well, the fans are worshipping him, and you can understand why. He is a god of the game, the god of the game. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ ഗോളിനെ കുറിച്ചാണ്. ഈ ഗോൾ പിറക്കുന്നത് 2022 ഖത്തർ വേൾഡ് കപ്പിലുമാണ്. റൗണ്ട് ഓഫ് 16 ആവേശപ്പോരിൽ അർജന്റീനയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടുന്നു. മത്സരത്തിന് മുമ്പ് തന്നെ അർജന്റീനയെ പരാജയപ്പെടുത്തുമെന്ന് വെല്ലുവിളിച്ച ഓസ്ട്രേലിയക്ക് എന്ത് വില കൊടുത്തും ഈ മത്സരത്തിൽ വിജയിക്കേണ്ടതുണ്ടായിരുന്നു. അതിനുവേണ്ടി അർജന്റീനൻ താരങ്ങൾക്കെതിരെ അവർ നിരന്തരമായി ഫൗളുകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. നിരവധി യെല്ലോ കാർഡുകൾ പുറത്തെടുക്കേണ്ടുന്ന മത്സരം മല്ലയുദ്ധത്തെ പോലെയാണ് തോന്നിപ്പിച്ചത്. എന്നാൽ അവിടെയാണ് ഓസീസ് ഡിഫൻഡർ അസീസ് ബെയ്ച്ച് പന്തെടുക്കാമെന്ന ലിയണൽ ആൻഡ്രസ് മെസ്സിയുമായി ഒരു കയ്യാങ്കളിയിൽ ഏർപ്പെടുന്നത്. എന്നാൽ അയാളെ നോവിച്ചതിലുള്ള മറുപടി അയാൾ തന്റെ ഗോളിലൂടെ കാണിച്ചു തരുമെന്ന സൂചന മെസ്സിയുടെ നിശബ്ദതയിലൂടെ ഓസീസ് താരങ്ങൾ അറിയേണ്ടതുണ്ടായിരുന്നു. അതെ, മത്സരത്തിന്റെ 34-ാം മിനിറ്റിൽ ഓസീസിന്റെ 3 പ്രതിരോധ ഭടന്മാരെയും അവർക്ക് പിറകിൽ നിൽക്കുന്ന ഗോൾ കീപ്പറെയും കവളിപ്പിച്ച് ഒരു സൂചിയിൽ നൂൽ കോർക്കാനുള്ള മാത്രം അവസരമുള്ള ആ പഴുതിലൂടെ മെസ്സി ആ പന്തിനെ ഓസീസിന്റെ വലയിലേക്ക് യാത്രയാക്കി. അതെ, ദ അനദർ മാസ്റ്റർ പീസ് ഗോൾ ഫ്രം ലിയണൽ ആൻഡ്രസ് മെസ്സി. Surging forward with real menace here. Brilliant from Messi. Oh, what a goal that is! And the whole of this. ഇനി പറയാൻ പോകുന്നത് 2018 റഷ്യൻ വേൾഡ് കപ്പിൽ ഗോൾ ഓഫ് ദി ടൂർണമെന്റായി തിരഞ്ഞെടുത്ത ലിയണൽ ആൻഡ്രസ് മെസ്സിയുടെ മറ്റൊരു സുന്ദരമായ ഗോളിനെ കുറിച്ചാണ്. 2018 റഷ്യൻ വേൾഡ് കപ്പിൽ ദയനീയ പ്രകടനം പുറത്തെടുത്ത അർജന്റീന ആദ്യ മത്സരത്തിൽ ഐസ്ലൻഡിനോട് സമനിലയും 2ാം മത്സരത്തിൽ ക്രൊയേഷ്യയുടെ പരാജയം ഏറ്റുവാങ്ങുന്നു. എന്നാൽ നിർണായകമായ അടുത്ത മത്സരമാകട്ടെ ആഫ്രിക്കൻ കരുത്തരായ നൈജീരിയയോടും. എന്നാൽ മത്സരത്തിനുടനീളം അർജന്റീനയുടെ മുന്നേറ്റങ്ങളെ നൈജീരിയ ചെറുത്തുനിന്നു. ഒരു ഗോൾ അടിക്കാൻ പറ്റാത്ത വിധം നൈജീരിയ അർജന്റീൻ താരങ്ങളെ താഴിട്ടുപൂട്ടി.
എന്നാൽ അവിടെയാണ് ലിയണൽ ആൻഡ്രസ് മെസ്സി എന്ന അവരുടെ മിശിഹ ആപത്ത് ഘട്ടത്തിൽ അവരുടെ രക്ഷകനായി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അവതരിക്കുന്നത്. മത്സരത്തിന്റെ 34-ാം മിനിറ്റിൽ എവർ ബനാഗ നീട്ടി നൽകിയ ബോളിനെ കൃത്യമായി തന്നെ തന്റെ കാൽക്കീഴിലാക്കി നൈജീരിയൻ ഡിഫൻഡറെ തന്റെ വേഗത കൊണ്ട് കബളിപ്പിച്ച് നൈജീരിയൻ ഗോളിക്ക് ഒരവസരവും നൽകാതെ അയാൾ ആ പന്തിനെ നൈജീരിയൻ പോസ്റ്റിലേക്ക് തൊടുത്തുവിടുന്നു. ദ ടച്ച്, കൺട്രോൾ, പേസ്, ഇറ്റ് വാസ് പ്യൂർ മാസ്റ്റർ ക്ലാസ്. ദ ഫിനിഷ് വാസ് സ്റ്റൈലിഷ്. അഗൈൻ ഹി പ്രൂവ്ഡ് ഇറ്റ് ഹീസ് ഫ്രം ഡിഫറെന്റ് ഗാലക്സി. ലിയോ മാജിക് അവസാന 2 ഗോളിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണ്. വർഷം 2015. കോപ്പ ഡെൽ റേയുടെ ഫൈനൽ പോരാട്ടത്തിൽ ബാർസയും അത്ലറ്റിക്കോ ബിൽബാവോയും കൊമ്പുകോർക്കുന്നു. ഒപ്പോസിഷൻ പോസ്റ്റിന്റെ 60 യാർഡ് ദൂരെ നിന്ന് മെസ്സി പന്ത് സ്വീകരിക്കുന്നു. ആദ്യം മധ്യവരയിൽ നിന്ന് ഡിഫൻഡറെ കബളിപ്പിച്ച് അത്ലറ്റിക്കോ ബിൽബാവോ താരങ്ങളെ നിരായുധരാക്കി മൈതാനത്തിലെ വലത് പാർശ്വത്ത് നിന്ന് ലിയോയുടെ ഒരു സോളോ റൺ. അത്ലറ്റിക്കോ ബിൽബാവോയുടെ 2, 3, 4 ഡിഫൻഡർമാരെയും അവസാനം ഗോൾ കീപ്പറെയും കബളിപ്പിച്ച് ആ ഇടങ്കാലിന്റെ മാന്ത്രികത ബിൽബാവോയുടെ വലക്കണ്ണികളും അറിഞ്ഞു തുടങ്ങി. ജസ്റ്റ് വെൻ യു തിങ്ക് ഹി ഡൺ എവറിത്തിങ്. അതെ, നമ്മളയാളെ പൂട്ടാൻ തന്ത്രങ്ങൾ മെനയും മുമ്പ് തന്നെ അയാൾ നമ്മുടെ കോട്ട പൊളിച്ചിരിക്കും. അങ്ങനെ 3-1 എന്ന സ്കോറിൽ ബിൽബാവോയെ തകർത്തുകൊണ്ട് 2015 കോപ്പ ഡെൽ റേ കിരീടം ബാർസ നൗ ക്യാമ്പിലെത്തിച്ചു. ഇനി ബാക്കിയുള്ളത് ഒരു ഗോൾ മാത്രമാണ്. അതെ, ലിയോ നേടിയ തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഗോളിലൊന്ന്. ഇത് നേടുന്നതാകട്ടെ തൻ്റെ 19-ാം വയസ്സിലും. മൈതാനത്തിൻ്റെ വലതു മൂലയിൽ നിന്ന് പന്ത് സ്വീകരിച്ച ലിയോ എതിരാളികളെ നട്ബങ് ചെയ്ത് ഷോൾഡർ ഡ്രോപ്പിലൂടെ എതിരാളികളെ വകഞ്ഞു മാറ്റി പിന്നീട് വൻമതിൽ കെട്ടിയ ഗെറ്റാഫയുടെ കോട്ട തകർത്തുകൊണ്ട് അവസാനം ഗോൾ കീപ്പറേയും ഭേദിച്ചുകൊണ്ട് 1986 വേൾഡ് കപ്പിൽ മറഡോണയുടെ ഗോളിനെ അവസ്മരിപ്പിച്ചുകൊണ്ട് ഒരു 19-കാരൻ്റെ മർദ്ദനം. Assistencia de Xavi, més cap a dreta per Messi, 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 immens Messi, encara 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 Messi, gol, gol!